ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ നിക്ഷേപ വാഗ്ദാനങ്ങളുമായി കമ്പനികൾ. പ്രമുഖ ഷിപ്പിംഗ് കമ്പനിയായ ഷെറഫ് ഗ്രൂപ്പ് 5000 കോടി രൂപയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചു. ടാറ്റയുടെ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ്, മലബാർ സിമന്റ്സുമായി ചേർന്ന് സംയുക്ത സംരംഭവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക്സ് കമ്പനികളിലൊന്നാണ് UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷെറഫ് ഗ്രൂപ്പ്. 40-ലധികം രാജ്യങ്ങളിലായി 10,000-ലധികം പേർക്ക് തൊഴിൽ നൽകുന്ന നിരവധി മേഖലകളിൽ മുൻനിരയിലുള്ള സ്ഥാപനം കേരളത്തിൽ നിക്ഷേപ താൽപ്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്നത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. കേരള ഗ്ലോബൽ സമ്മിറ്റ് വേദിയിൽ ഷെറഫ് ഗ്രൂപ്പ് വൈസ് ചെയർമാൻ ഷറഫുദ്ദീൻ ഷറഫാണ് 5000 കോടിയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചത്. Today we have decided to start a new investment in Kerala with 2 locations. We are planning to establish our ports, dry ports, with the support of the Kerala government with the investment of more than 500 crores. I hope 5,000 crores. So I hope this investment decision will bring in lot of work, business from other side of the world to Kerala. As you all know, investment brings investments, people come more, and that gives more energy to the sector. 100 ടണ്ണിൽ താഴെയുള്ള ബോട്ടുകളുടെ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാനാണ് ടാറ്റ എന്റർപ്രൈസിന് കീഴിലുള്ള ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലക്ഷ്യമിടുന്നത്. Malabar Coast used to be one of the biggest shipbuilding regions in the world. As in India, around 300 years back, we were some of the best known shipbuilders in the world. And it's time to regain our glory. And as part of the Tata Group, we've been very keen on doing anything related to nation building. And a lot of thanks to GMCG, who are our design partners, who introduced me to Nishad. And Nishad has been a part of this infrastructure, and he got us together. And we have a huge, very nice infrastructure right next to the sea. So what you really need for shipbuilding is access to infrastructure which is close to the sea. കേരളം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപ കേന്ദ്രമായി മാറുന്നുവെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി പ്രസിഡന്റും ITC ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറുമായ സഞ്ജീവ് പുരിയുടെ പ്രസ്താവനയും ഷെറഫ് ഗ്രൂപ്പ് കേരളത്തിലെത്തുന്നത് വഴി കൂടുതൽ കമ്പനികൾ കേരളത്തിലേക്ക് വരുമെന്ന പ്രതീക്ഷയും സംസ്ഥാനത്തിൻ്റെ വ്യവസായ സ്വപ്നങ്ങൾക്ക് പുതിയ ആത്മവിശ്വാസം പകരുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.